ശ്രീ മോഹൻപിള്ള, ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഇസ്രായേലിലെ ബെയ്ത്ത് ഷാമേഷിലേക്ക് ഇറാന്റെ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം എന്നുള്ളതാണ്. 8 മരണം ഇതിനോടകം തന്നെ ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു. ഇസ്രായേൽ അങ്ങനെ പരസ്യമായി 8 മരണം സ്ഥിരീകരിച്ച് പറയണമെങ്കിൽ അതിലധികം മരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ടെഹ്റാൻ ആകാശത്തേക്ക് വ്യാപകമായ 200 ഫൈറ്റർ ജെറ്റുകൾ, 500 കേന്ദ്രങ്ങൾ. ഇസ്രായേൽ തന്നെ പറയുന്ന അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ, അമേരിക്കയും ഇസ്രായേലും പറയുന്ന അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണം നടക്കുന്നു ടെഹ്റാനിൽ എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടി തിരിച്ചടി, അതിൻ്റെ പരമാവധി രക്തരൂക്ഷതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിൻ്റെ സ്വാഭാവിക പരിണിതി എവിടെ എത്തി നിൽക്കും എന്ന് കരുതണം ശ്രീ ബ്രിഗേഡിയർ? ഇവരിൻ്റെ സ്റ്റാർട്ട് ചെയ്തവർ തന്നെ ഫിനിഷ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ D+4 എന്നുള്ളൊരു ഡേറ്റാണ് ഇസ്രയേൽ ഡിസൈഡ് ചെയ്തത്. അതായത് D-Day മുതൽ 4 ദിവസം കൊണ്ട് ഒരു ലിമിറ്റഡ് ഒഫൻസീവ് ആക്ഷൻ എഗനിസ്റ്റ് ഇറാൻ എന്നുള്ള രീതിയിൽ അവർ പ്ലാൻ ചെയ്തു. അതനുസരിച്ചിട്ട് D-Dayയിൽ തന്നെ അവരുടെ ഫസ്റ്റ് ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ D1 അല്ലെ D2ൽ ആഫ്റ്റർ എഫക്റ്റ് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ആ സമയത്താണ് ആ പ്ലാൻ എയിലുള്ള, അതായത് ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്തതിൽ ടോട്ടൽ ടാർഗറ്റ് അത് ആയിട്ടില്ല എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനകത്ത് ഈ സ്വാഭാവികമായിട്ടും തിരിച്ചടി US അല്ലെങ്കിൽ ഇസ്രയേൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇറാൻ നിയർ ബൈ എയർബേസിൽ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് അവർ പ്രതീക്ഷ. ഈ ഒരു ലെവലിൽ ഇത്രയും എക്സ്റ്റെൻഡായിട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ US-നും ഇസ്രയേലിനും ഇല്ലായിരുന്നു. കാരണം ഡിഫൻസ് ഹെഡ്, അതുപോലെ തന്നെ ട്രൂപ്സ് ഹെഡ്, റിലീജിയസ് ഹെഡ്, കൺട്രീസ് ഹെഡ് എല്ലാവരെയും 1 by 1 ആയിട്ട് അസാസിനേഷനിലൂടെ ഇല്ലായ്മ ചെയ്ത് കഴിയുമ്പോൾ ഒരിക്കലും ആ രാജ്യം ഉണർന്ന് പ്രവർത്തിക്കും എന്നൊരു ധാരണയില്ലായിരുന്നു US അല്ലെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ടേം പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിൻ്റെ പരിണിത ഫലം ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്, കാരണം യൂണിലാറ്ററൽ സീസ് ഫയർ എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ബിയോണ്ട് ഇമാജിനേഷനാണ്. അവർക്ക് ഉദ്ദേശിക്കാൻ പോലും പറ്റില്ല. അത് ഇറ്റ് ഈസ് ലൈക്ക് സൂയിസൈഡ് അറ്റംപ്റ്റിന് തുല്യമായിരിക്കും, അതായത് യൂണിലാറ്ററൽ സീസ് ഫയർ എന്ന് പറയുന്നത്. അതുപോലെ ഇസ്രയേൽ US-ന് അത് സീസ് ഫയർ യൂണിലാറ്ററലായിട്ടാക്കാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മാന്യമായ ഒരു എക്സിറ്റ്, ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ടാർഗറ്റ് ഞങ്ങൾ അക്കംപ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞ് മാന്യമായ ഒരു എക്സിറ്റ് അവർക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം, അറ്റ് ദി ഏർലിയസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. അവർക്ക് മാന്യമായ രീതിയിൽ അവർ എയിം ചെയ്തത് എന്താണോ, എയിം അച്ചീവ് ചെയ്തതിന് ശേഷം യൂണിലാറ്ററലായിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നേരെ മറിച്ച് ഇറാന് ഫർദർ അറ്റാക്കിനുള്ള ഓപ്പർച്യൂണിറ്റി കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നുള്ള കാര്യം രഹസ്യമായി പറയുന്നതല്ല. ഇപ്പൊ ആരെങ്കിലും ശ്രീ മോഹൻപിള്ള ഇപ്പൊ ആരും ഈ ന്യൂക്ലിയർ ചർച്ചയെ പറ്റിയോ ന്യൂക്ലിയർ സമ്പുഷ്ടീകരണത്തെ പറ്റിയോ ഒന്നും പറയുന്നില്ല. ആത്യന്തിക ലക്ഷ്യമായി തുറന്നു പറയുന്നത്, അത് അമേരിക്ക ആവട്ടെ ഇസ്രായേൽ അവിടെ തുറന്നു പറയുന്നത്, അവിടുത്തെ ഭരണകൂടത്തെ മാറ്റുക ഞങ്ങളുടെ ലക്ഷ്യം, അതുവരെ യുദ്ധം പോകും എന്ന ഏറ്റവും ഒടുവിൽ നെതന്യാഹു പറയുന്നുണ്ട്. ട്രംപ് അത് ഇന്നലെയും പറഞ്ഞു, ഇന്ന് ട്രൂത്ത് സോഷ്യൽ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു കരയാക്രമണം സാധ്യമാകാതെ, കരയാക്രമണത്തിലൂടെ അല്ലാതെ ലോകത്തൊരിടത്തും അമേരിക്കയാണെങ്കിലും ആരാണെങ്കിലും ഒരു ഭരണമാറ്റം സാധ്യമാക്കിയിട്ടില്ല, കരയാക്രമണത്തിന് പോകുന്നില്ല എന്ന് അമേരിക്ക പറയുകയും ചെയ്യുന്നു. അതപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ നടക്കുക ശ്രീ മോഹൻപിള്ള? കരയാക്രമണം US-നെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാരണവശാലും ചെയ്യില്ല. കാര്യം അവർക്ക് കൈപൊള്ളുന്ന ഒരു സ്ഥലത്തും അവർ അറ്റംപ്റ്റ് ചെയ്യില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം കരയാക്രമണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, പാസ്റ്റ് എക്സ്പീരിയൻസ്, കരയാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ടാണ് എയർ സുപ്പീരിയോറിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഒരു പക്ഷേ ഇസ്രയേൽ, US ലീഡർഷിപ്പിലുള്ള ഫോഴ്സിനായിരിക്കാം. പക്ഷേ കരയാക്രമണത്തിൽ ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഇൻ ടാങ്ക് ബാറ്റിൽ, ഗ്രൗണ്ട് റിയാലിറ്റി വരുമ്പം ഇറാനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടാമത്, ഇത് ഒരു ക്ലോസ് നെയ്ബർ അല്ല, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ക്ലോസ് നെയ്ബർ ആണെങ്കിൽ മാത്രമേ ബാറ്റിലിൽ അവർക്ക് ലോങ് സ്റ്റാൻഡിങ്ങിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതായത് ഇത് ദൂരെ നിന്ന് വന്ന ഒരു ഒക്കുപ്പേഷണൽ ഫോഴ്സായിട്ട് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് നിയർ ബൈ ബേസ് ഒക്കുപ്പൈ ചെയ്യുക എന്നുള്ളതാണ്. അതും അവരെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പോസിബിൾ
പോസിബിൾ എക്സിറ്റ് എന്ന് പറയുന്നത്, പോസിബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഈ D4 ആണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം കൂടി മാക്സിമം ഫയർ പവർ ഇറാൻ്റെ മേൽ ഉപയോഗിക്കുകയും മാക്സിമം കാഷ്വാലിറ്റീസ് ഇൻഫ്ലിക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അവരുടെ മുന്നിലുള്ള ഒരു വഴി. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നിയർ ബൈ കുവൈറ്റ് ആണെങ്കിലും ഖത്തർ ആണെങ്കിലും അല്ലെങ്കിൽ ദുബായ് ഇങ്ങനെയുള്ള ചെറിയ രാജ്യങ്ങളിൽ അമേരിക്കൻ ബേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് റിട്ടാലിയേഷൻ ചെയ്യില്ല ഒരു കാരണവശാലും. അവർ റിട്ടാലിയേഷൻ ചെയ്താൽ എഫക്ട്സ് യുദ്ധത്തിൻ്റെ മാനം മാറും. ആ ഒരു രീതിയിലോട്ട് പോകുവാൻ ആരും ഇഷ്ടപ്പെടത്തില്ല, ഈവൻ ട്രംപും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ഇതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ട്രംപ് ഒരു കണ്ടീഷൻസ് വെക്കുക, ഓക്കെ കം ഫോർ ദ സീസ് ഫയറിന് വേണ്ടി ഇറാനെ ഇൻസിസ്റ്റ് ചെയ്യുക, യു ഫേസ് ഐദർ സീസ് ഫയർ ഓർ അവർ ഫയർ പവർ, ഞങ്ങൾ മാക്സിമം ഫയർ പവർ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളെ ടോട്ടലി ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരും. പക്ഷേ അത് പോസിബിലിറ്റി ഇല്ല. പക്ഷേ മാക്സിമം കാഷ്വാലിറ്റി ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ, മാക്സിമം ഫയർ പവർ ഇൻഫ്ലിക്റ്റ് ചെയ്ത് മൾട്ടി പ്രോങ് അറ്റാക്ക് അവരുടെ നേരെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഇവരെ എൻഗേജ് ചെയ്യുക, ഇറാനെ എൻഗേജ് ചെയ്യുക, അവരുടെ അറ്റൻഷൻ വേറെ ഒരു റൂട്ടിലോട്ട് ഡൈവേർട്ട് ആവാതെ ഇവരെ ടോട്ടലി എൻഗേജ് ചെയ്യുക. എല്ലാ ഡയറക്ഷനിൽ നിന്നും US ഇസ്രായേൽ അറ്റാക്ക് എല്ലാ ആംഗിളിൽ നിന്നും വന്നു കഴിഞ്ഞ് സപ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴും ആ വേ ഔട്ട് എങ്ങനെയാണ് എന്ന കാര്യം ആർക്കും അറിയില്ല. ഇത് 12 ഡേ വാർഡ് പോലെ നമ്മൾ ആദ്യം കണ്ടതുപോലെ ടോക്കൺ അറ്റാക്കുകളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു ആ സമയത്ത് കേട്ടിരുന്ന പോലെ മാച്ച് ഫിക്സിംഗ് അറ്റാക്കുകളല്ല. ഇത് സീരിയസ് ആണ്. അമേരിക്കയുടെ GCC മേഖലയിലുള്ള ഒട്ടുമിക്ക എല്ലാ എയർബേസിലേക്കും ഇറാൻ അതിശക്തമായ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സമാധാനം സാധ്യമാവുക എന്നത് ലോകത്തിൽ ഇപ്പോഴും അറിയില്ല. നമുക്കറിയാം ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞാൽ കഴിവുകെട്ടൊരു സംവിധാനമാണ്. അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇപ്പോൾ സാധ്യവുമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.